കേരളം മെയ് ദിനം ആഘോഷിച്ചു വരുന്നത് ആയിരങ്ങളുടെ ചുവടുകളോടെയും ലക്ഷങ്ങളുടെ മുദ്രാവാക്യങ്ങളോടെയുമാണ്. ലോക തൊഴിലാളികൾ സംഘടിക്കാൻ തുടങ്ങിയിട്ടും മെയ് ദിനാചരണം എന്ന ആശയം അപരിചിതമായിരുന്ന ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു. 1936 മെയ് 1 കേരളം മെയ് ദിനത്തിൻ്റെ കരുത്ത് ആദ്യമായി അനുഭവിച്ചു, ആവേശം കൊണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിനു മുമ്പ് വിപ്ലവകാരികളായ ഒരു കൂട്ടം യുവാക്കൾ തൃശ്ശൂരിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി. അവർ ഒരു കൂട്ടായ്മയായി തൃശ്ശൂർ ലേബേഴ്സ് ബ്രദർഹുഡ് എന്ന പേരിൽ പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി ഒരു മെയ് ദിന റാലി നടത്തിയത് അവരാണ്. 1936 മെയ് 1 പുലർച്ചെ വെളുക്കും മുന്നേ നേതാക്കളായ 6 പേർ ആദ്യം ഓഫീസിലെത്തി. പിന്നെ ഒന്നിനു പുറകെ ഓരോരുത്തരായി വന്നു. 50ഓളം പേർ സംഘടിച്ചു. ഒരുക്കവും മറ്റും കണ്ടതോടെ വന്നവരിൽ പലർക്കും ഭയം, സംശയം. ഉടൻ തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് ഓരോരുത്തരായി സ്ഥലം കാലിയാക്കാനും തുടങ്ങി. തിരിച്ചുപോയവർ മടങ്ങിയെത്തിയതുമില്ല. അവസാനം അവശേഷിച്ചത് വെറും 7 പേർ മാത്രം. KP പോൾ, KK വാര്യർ, MA കാക്കു, കടവിൽ വറീദ്, കൊമ്പൻ്റെ പോൾ, OK ജോസഫ്, കാട്ടൂക്കാരൻ തോമസ്. 3 പേരടങ്ങിയ ബാൻഡ് വാദ്യം കൂടി ഏർപ്പാടാക്കിയിരുന്നു. ഇത്ര പേർ വെച്ച് എന്ത് ഘോഷയാത്ര! നേതാക്കളിൽ നിരാശ പടർന്നു. ലജ്ജയും ആശങ്കയും ഉണ്ടായി. പക്ഷേ ചരിത്രം എഴുതുന്നത് സംഖ്യകളല്ല, ധൈര്യമാണ്. KP പോൾ മുന്നോട്ട് വന്നു. ഘോഷയാത്ര നടത്താനാണ് പോകുന്നത്. ആ വാക്കുകൾ തീപ്പൊരി പോലെ പടർന്നു. ബാൻഡ് മുഴങ്ങി, ചെങ്കൊടികൾ ഉയർന്നു. ഇൻകുലാബ് സിന്ദാബാദ്, മെയ് ദിനം നീണാൾ വാഴട്ടെ. തൃശ്ശൂരിൻ്റെ തെരുവുകളിൽ ആദ്യമായി ആ മുദ്രാവാക്യങ്ങൾ ഇടിമുഴക്കമായി. ആദ്യം നോക്കി നിന്നവർ പിന്നീട് ആ മാർച്ചിൽ അണിചേർന്നു. സംശയം വിശ്വാസമായി, ആവേശം പകർന്ന ആ കാഴ്ച ചരിത്രമായി. സ്വരാജ് റൗണ്ടിലെ ആശുപത്രി മൂലയിൽ ജനങ്ങൾ നിറഞ്ഞു. പ്രകടനം തേക്കിൻകാട് മൈതാനത്തെത്തി. യുഗപിറവിക്ക് തുടക്കമിട്ട് അവിടെയാകെ മുദ്രാവാക്യം വിളികൾ. 7 നിന്ന് ആളുകൾ ഏറിയത് കേരളത്തെ ആകെ ആവേശത്തിലാക്കി. ഒടുവിൽ 1936 മെയ് ദിനം കരുത്തായി മാറി. ഒപ്പം ഒരു പുതിയ കാലത്തിൻ്റെ തുടക്കവുമായിരുന്നു. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആദ്യ ചെങ്കൊടി അന്ന് തൃശ്ശൂരിൽ പാറിപ്പറന്നു. ആ ചരിത്ര ചുവടുകൾക്ക് നെടുനായകത്വം വഹിച്ച സഖാക്കൾ KP പോൾ, KK വാര്യർ, MA കാക്കു, കടവിൽ വറീദ്, കൊമ്പൻ്റെ പോൾ, OK ജോസഫ്, കാട്ടൂക്കാരൻ തോമസ്. അവർ ഇന്ന് നമ്മോടൊപ്പമില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്ന ഇവരിൽ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരും നേതാക്കളുമായി മാറി. അവർ ഉയർത്തിയ ചെങ്കൊടി ഇന്നും ഉയർന്നു തന്നെ നിൽക്കുന്നു. തൊഴിലാളികളുടെ അവകാശത്തിനായി, സമത്വത്തിനായി, അഭിമാനത്തിനായി. 1936 ആ കരുത്തുറ്റ ചുവടുകളുടെ നവതി ആഘോഷിക്കുകയാണ്. ലേബേഴ്സ് ബ്രദർഹുഡിന് നേതൃത്വം നൽകിയവർ പിന്നീട് നയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനമായ AITUCയുടെ നേതൃത്വത്തിൽ. ഇൻകുലാബ് സിന്ദാബാദ്, മെയ് ദിനം നീണാൾ വാഴട്ടെ.